വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 7-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ വചനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. 5-ാം അധ്യായത്തിൽ യേശു മലയിൽ കയറി, 8-ാം അധ്യായത്തിൽ യേശു മലയിൽ നിന്നിറങ്ങി. 5, 6, 7 3 അധ്യായങ്ങൾക്കകത്ത് 111 വാക്യങ്ങളുണ്ട്. അതിനകത്ത് ശ്രദ്ധേയമായൊരു വചനമാണ് സ്തോത്രം, തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. വർഷങ്ങളായി ജീവിതത്തിലൊരു നന്മ പ്രാപിക്കാൻ കൊതിച്ചിട്ടും നന്മ പ്രാപിക്കാൻ കഴിയാതെ പരാജയമെന്ന പടുകുഴിയിൽ വീണുകൊണ്ട് നിരാശയാൽ മൂടപ്പെട്ട ചിലരെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് ഇന്ന് വചനം നിങ്ങളോട് പറയുകയാണ്, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ആരംഭിക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ ദൈവിക നന്മകൾ കൊണ്ട് നിറയ്ക്കും. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞു, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണമേ. ഇന്ന് വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവേ, അവിടുത്തെ നന്മകൾ കൊണ്ട് എൻ്റെ ജീവിതം നിറയ്ക്കണമേ, എൻ്റെ ജീവിതം ഒരു നന്മയാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ജീസസ് ഒരിക്കലും കരകയറ്റമില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച വിഷയത്തെ ദൈവം തൊടുകയാണ്. ആ വിഷയത്തിനകത്തു നിന്ന് ദൈവാത്മാവ് നിന്നെ പുറത്തെടുത്ത് അനേകരുടെ മുമ്പിൽ ഒരനുഗ്രഹ വിഷയമാക്കി തീർക്കും. മുകളിലുള്ള വാക്യങ്ങളിൽ യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. സ്തോത്രം. 3 കാര്യങ്ങൾ 7-ാം വാക്യത്തിൽ പഠിക്കുന്നു. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. 1, പ്രാർത്ഥിക്കണം, അതിന് മറുപടി ലഭിക്കും. 2, അന്വേഷിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ ബൈബിളിലുണ്ട്. ബൈബിളിൽ വായിക്കുക, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുക. ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നീ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അടുത്ത സന്ദേശം, മുട്ടിക്കൊണ്ടിരിക്കണം. തുറക്കത്തില്ലെന്ന് പറഞ്ഞ പല ദിവസങ്ങളിൽ തുറന്നു വരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കാം, എന്നും മുട്ടിക്കൊണ്ടിരിക്കാം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവത്തിന് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്രയധികം നന്മ ചെയ്യും. കർത്താവേ, എൻ്റെ ജീവിതം ഒരു നന്മയാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ട്. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ഒരു നന്മയായി മാറട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ. കർത്താവേ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവിന് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത് അനുഗ്രഹമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും ദൈവം നിന്നെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു.